ഹലോ കൂട്ടുകാരെ, നമുക്ക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ എന്താണ് ഇക്കോ ടൂറിസം എന്ന് പഠിച്ചില്ലേ? പ്രകൃതിയിൽ അധിഷ്ഠിതമായ ഒരു ടൂറിസം, അതായത് പ്രകൃതിക്ക് ക്ഷതമൊന്നും ഏൽക്കാത്ത ഒരു ടൂറിസമാണ് ഇക്കോ ടൂറിസം അല്ലേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ഹൈഡൽ ടൂറിസം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ അണക്കെട്ടുകൾ, ജലസംഭരണികൾ, ഇവയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി മനോഹരമായ പ്രദേശങ്ങൾ എന്നിവ സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്നതാണ് ഹൈഡൽ ടൂറിസം. കേരളത്തിൽ ഏറെ സാധ്യതകളുള്ള ഒരു വിനോദസഞ്ചാര മേഖലയാണിത്. കിഴക്കൻ മലനിരകളും അതിൽ നിന്ന് നദികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജലവൈദ്യുത പദ്ധതികൾ നമുക്കുണ്ട്. ഇവ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ ടൂറിസത്തിന് ഉപയോഗപ്പെടുത്താമെന്ന കണ്ടെത്തലാണ് ഹൈഡൽ ടൂറിസത്തിന്റെ പിന്നിലുള്ളത്. ഹരിതാഭമായ മലകളും കുന്നുകളും അതിരിടുന്ന ജലസംഭരണികളിലൂടെയുള്ള ബോട്ട് യാത്രകൾ ഉല്ലാസപ്രദമാണ്. സ്പീഡ് ബോട്ടുകളും പെഡൽ ബോട്ടുകളും ഇതിനായി ഉപയോഗപ്പെടുത്താം. കാട്ടുമൃഗങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാനുള്ള അവസരമുണ്ടാകും. കാടിന്റെയും ജലാശയത്തിന്റെ കുളിർമ വേനൽക്കാലത്ത് നിർവൃതികരമായ അനുഭൂതിയാകും. ട്രക്കിംഗ് മുതലായ സാഹസിക വിനോദങ്ങൾ വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ ഉപകരിക്കും. 2000 കേരള ഹൈഡൽ ടൂറിസം സെന്റർ എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ഈ സൊസൈറ്റിക്കാണ് ഹൈഡൽ ടൂറിസത്തിന്റെ നടത്തിപ്പ് ചുമതല. ഇടുക്കി, മാട്ടുപ്പെട്ടി, മീൻമുട്ടി, ബാണാസുര സാഗർ, അതായത് വയനാട് ജില്ലയിലുള്ള എന്നീ പദ്ധതികൾ വിജയകരമായി പ്രവർത്തിച്ചു തുടങ്ങി. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾ വരുമാനം വരുന്ന രണ്ട് സംരംഭങ്ങളാണ് ഇക്കോ ടൂറിസവും ഹൈഡൽ ടൂറിസവും. ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് എന്താണ് മുന്നോട്ടുള്ള നാളുകൾ ഇതിനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. അപ്പം എന്താണ് ഇക്കോ ടൂറിസം, ഹൈഡൽ ടൂറിസം എന്ന് മനസ്സിലായല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.